നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1013th day. Today 21st sloka of Pratamaskandam 13th chapter. For details please see the other version. Om Namo Bhagavati Vasudevaya. Om Shri Krishna Paramatmani Namah. Hari Shri Ganapadaye Namah. Avignamastu Shri Gurubhyo Namah. Om Tatsat. Krishnam Narayanam Vande. Krishnam Vande Vrajapriyam. Krishnam Dvaipayanam Vande. Krishnam Vande Pradasudam. Om Tatsat. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ഒരു ദിവസം ഒരു ശ്ലോകം. ഇന്ന് 1013ാം ദിവസം. ഓം തത്സത്. പിതൃഭാതൃസുഹൃത്പുത്ര അദാസ്തേ വിഗതം വയാ ആത്മാജരയാഗ്രസ്ത പരഗേഹമുപാസസേ. ഓം തത്സത്. ഓം പറയുകയാണ് വിതുരർ തൻ്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രരോട് വീണ്ടും പറയുകയാണ്. അദ്ദേഹത്തിന് പ്രപഞ്ച വൈരാഗ്യം, ലൗകിക ആസക്തി ഇല്ലാതാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് അങ്ങയുടെ അച്ഛൻ, സഹോദരന്മാർ, പുത്രന്മാർ, ബന്ധുക്കൾ, ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും യുദ്ധത്തിൽ മരിച്ചു. എന്നിട്ടും ജരാനരയും ബാധിച്ചു. വയസ്സ് ഒട്ടേറെയായി. ജരാനരയും ബാധിച്ചു. എന്നിട്ടും ഇപ്രകാരം അന്യഗൃഹത്തിൽ സന്തോഷിച്ച് വസിക്കുന്നുവല്ലോ. അന്യഗൃഹത്തിൽ അന്യരെ ആശ്രയിച്ച് വസിക്കുന്നുവല്ലോ. തൻ്റെ സഹോദരൻ്റെ പുത്രന്മാർ തന്നെയാണ് പാണ്ഡവന്മാർ. എന്നാലും അവരെ അന്യരായി കരുതി അനേകം ദ്രോഹങ്ങൾ ചെയ്തതാണ് ദുര്യോധനാദികൾ. അതിന് ഇദ്ദേഹത്തിൻ്റെ മൗനസമ്മതവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ അന്യന്മാരെന്ന് എടുത്തു പറയുന്നത്. അപ്രകാരം മറ്റുള്ളവരെ ആശ്രയിച്ച് ഇങ്ങനെ ജീവിക്കാൻ തോന്നുന്നുവല്ലോ. വയസ്സ് കുറേയായി, മക്കളും എല്ലാവരും മരിച്ചു, ബന്ധുക്കളെല്ലാം യുദ്ധത്തിൽ മരിച്ചു. എന്നിട്ടും വിരക്തി ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ ലൗകികത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇല്ലാതായി അദ്ദേഹത്തെ കാട്ടിൽ തപസ് ചെയ്യാൻ കൊണ്ടുപോകാനാണ് ഇപ്രകാരം പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പിതൃഭാതൃസുഹൃത്പുത്ര അദാസ്തേ വിഗതം വയാ ആത്മാജരയാഗ്രസ്ത പരഗേഹമുപാസസേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കും.